ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഷെൻഫീറിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇവിടുന്ന് CNG ഒക്കെ അടിക്കണം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നേ. അങ്ങനെ അവരവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കുറേ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയത്. നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ഏകദേശം ഒരു 5:45 ഓണാക്കിയിട്ട് നമുക്കൊരു 6:30 ആയപ്പോഴാണ് ട്രിപ്പ് കിട്ടിയത് കേട്ടോ. നമ്മുടെ യൂബറിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇൻ്റർഫേസ് ഒക്കെ ഇപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ്, വയലറ്റ് അങ്ങനെ പല നിറങ്ങളായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡ്രൈവർമാർക്ക് ഏത് ഏരിയയിലാണ് കൂടുതൽ ട്രിപ്പ് കിട്ടാൻ സാധ്യത കൂടുതൽ, പിന്നെ കുറഞ്ഞ കാത്തിരിപ്പ് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ട്രിപ്പ് കിട്ടുന്നത് എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ പർപ്പിൾ കളർ സർജ് നമുക്ക് എപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. ലക്കാണ്, ഭാഗ്യം പോലെയൊക്കെ ആയിരിക്കും നമുക്ക് ട്രിപ്പ് കിട്ടണതൊക്കെ. എന്തായാലും ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഓടി നോക്കാം. ഇത് വെച്ചൊന്ന് ഇങ്ങനെ ഉണ്ട്, ഗുണമുണ്ടോ അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ കാണുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഓരോ ഏരിയയിലും ഏകദേശം എത്ര മിനിറ്റോളം വെയിറ്റ് ചെയ്താലാണ് നമുക്ക് ട്രിപ്പ് കിട്ടുമെന്നും കൂടി അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ അരമണിക്കൂറിലെ ട്രിപ്പ് കിട്ടുന്നത് അനുസരിച്ചാണ് ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് എടത്തല KMA കോളേജിലാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിച്ചില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് കഴിച്ചിട്ട് ഇനി ബാക്കി ട്രിപ്പൊക്കെ എടുക്കാം കേട്ടോ. വീട്ടിലൊരു 10:45 കയറിയിട്ട് പിന്നെ 12 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങൽ ഇച്ചിരി ചടങ്ങാണ്. വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചെറിയൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടേ. ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇരുമ്പനം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുമ്പനം സൈഡിലോട്ട് പിടിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പിന്നെ കരിങ്ങാച്ചിറ പാസ്പോർട്ട് ഓഫീസിൽ വൈഫും അവളുടെ ഉമ്മയും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പൊന്നും കിട്ടില്ലെങ്കിൽ നേരെ അവിടെ പോകാം, അവരൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോണത്. പോണായിക്ക് ട്രിപ്പ് കിട്ടിയാൽ നമ്മൾ എടുത്തിട്ട് പോവേ. നമ്മളങ്ങനെ കരിങ്ങാച്ചിറയിലെത്തി വൈഫിനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി ഏലൂർക്ക്. ഒരു ഓഡിറ്റോറിയത്തിലോട്ടാണ്. ഇവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ ഒന്ന് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം പിക്കപ്പും വരുന്നുണ്ട് വണ്ടികൾ. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. വെയിറ്റ് ചെയ്തുകൊണ്ട് എന്തായാലും ഗുണമുണ്ടായി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. നമ്മൾ CNG ഫില്ല് ചെയ്യാൻ വേണ്ടി കരിങ്ങാച്ചിറയിൽ വന്നായിരുന്നു. അവിടെ CNG ഇല്ല. അപ്പോൾ നമ്മൾ പേട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ട്രിപ്പ് വളരെ കുറവാണ് കേട്ടോ. നമുക്ക് കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകളാണ് കിട്ടുന്നതെല്ലാം. ഓരോ ട്രിപ്പ് കഴിഞ്ഞിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ട്രിപ്പ് കിട്ടുന്നത് കേട്ടോ. ഈ ഗ്രാഫ് വന്ന് അത് നോക്കി ഓടിയിട്ടും അങ്ങനെ ട്രിപ്പ് കിട്ടിയിട്ടില്ല. വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ആലുവ അത്താണിയിലാണ് കേട്ടോ. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം 17 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത്. എല്ലാം കുഞ്ഞു കുഞ്ഞു ട്രിപ്പ് ആയതുകൊണ്ട് ട്രിപ്പ് അധികം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടാർഗറ്റിലോട്ട് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലോട്ട് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലുവ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ശ്യാമലിനെ കണ്ടിട്ടുണ്ട്. അവനും അപ്പോൾ വീട്ടിലോട്ട് ലൊക്കേഷൻ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാം കേട്ടോ. ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ കാണാവേ.